السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. വഖഫത്തുൽ ഇൽമിലെ ബഹുമാന്യരായ പണ്ഡിതന്മാർ, അല്ലഫൽ അലിഫ് എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രവാചകാനുരാഗ പ്രകീർത്തന കാവ്യം, അതിൻ്റെ അർത്ഥവും വ്യാഖ്യാനവും ഈ നിലക്കുള്ള ഒരു പഠനമാണ് ആരംഭിക്കുന്നത്. തമിഴ്നാട്ടിലെ തിരുനെൽവേലിക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന കായൽ പട്ടണത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു വലിയ മഹാനാണ് അശ്ശൈഖുൽ കാമിലുൽ വലിയു അൽ വാസിലുൽ ആലിമുൽ ഫാദിലു അൽ ആരിഫു ബില്ലാഹി അൽ ഹാജു ഉമർ ബിനു അബ്ദുൽ ഖാദിർ ബിൻ മഹ്മൂദുൽ ഖാഹിരി എന്നവർ. അവരാണ് ഈ അല്ലഫൽ അലിഫ് എന്ന ഈ പവിത്രമായ കവിതാ സമാഹാരം രചന നടത്തിയത്. ഹിജ്റ 1153 ബഹുമാനപ്പെട്ടവരുടെ ജനനം. സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ആ ഖബീലയിൽ പെട്ടവരാണ് ബഹുമാനപ്പെട്ടവർ. പിതാവ് അറിയപ്പെട്ട വലിയ അബ്ദുൽ ഖാദിർ എന്നവരാണ്. അവരുടെ മകനാണ് ഈ ഉമറുൽ ഖാഹിരി എന്നവർ. ഈ അല്ലഫൽ അലിഫ് എന്ന ഈ കവിതാ സമാഹാരത്തിന്റെ പ്രത്യേകത അറബി അക്ഷരമാലയിലെ അലിഫ് മുതൽ യാ വരെ വരുന്ന ഓരോ അക്ഷരങ്ങളെ കൊണ്ടും തുടങ്ങി ആ അക്ഷരങ്ങൾ ഉൾക്കൊള്ളുന്ന പദങ്ങൾ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള, ഏറെക്കുറെ ആ പദങ്ങൾ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വരികളാണ്. അങ്ങനെയുള്ള ഒരു മാസ്മരികമായ രചനയാണ് ഈ അല്ലഫൽ അലിഫ് എന്നത്. 31 വരികളുണ്ട്. 30 വരികളും ലാമു കൊണ്ടാണ് അവസാനിക്കുന്നത്. 31ാമത്തെ വരി മീമു കൊണ്ടും അവസാനിക്കുന്നു. ഖസീദത്തു അത്യബിൻ നിഅം ഫി മദ്ഹി സയ്യിദുൽ അറബി വൽ അജം എന്നാണ് അല്ലഫൽ അലിഫ് എന്നതിന്റെ പൂർണ്ണ നാമം. തസവുഫും ഇഷ്ഖും ഒരുമിച്ച് ചേർന്നതാണ് അല്ലഫൽ അലിഫ് എന്നത്. ബഹുമാനപ്പെട്ട ഉമറുൽ ഖാഹിരി എന്നവര് നാട്ടിൽ തന്നെ വിദ്യാഭ്യാസം നേടി തുടക്കത്തിൽ. അതിനുശേഷം മദീനയിലേക്ക് യാത്ര തിരിക്കുകയും അവിടെ വെച്ചുകൊണ്ട് ഉന്നതരായ വലിയ വലിയ മഹാന്മാരിൽ നിന്ന് ഇൽമ് പഠിക്കുകയും അവിടെ തന്നെ പ്രവാചകാനുരാഗത്തിൽ അവിടെ തന്നെ കഴിയണം എന്നാഗ്രഹിച്ചുകൊണ്ട് വിവാഹം പോലും കഴിക്കാതെ സ്വതന്ത്രനായി ജീവിക്കാനാണ് അദ്ദേഹം ഇഷ്ടപ്പെട്ടത്. അങ്ങനെ അവിടെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ ഒരു ഗുരുവിന്റെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് നാട്ടിലേക്ക് പോരേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ, അവിടെ നിന്ന് പോരാനും വയ്യ എന്നാൽ അവിടെ നിൽക്കാനും വയ്യാത്ത ഒരവസ്ഥ വന്നപ്പോൾ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആ അതിയായ പ്രേമത്തിന്റെ, ഇഷ്ടിന്റെ, മഹബത്തിന്റെ, അതിന്റെ കാരണമായിക്കൊണ്ട്
ബഹുമാനപ്പെട്ടവർ എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സമ്മാനമായി തന്റെ ഒരു രചന കിടക്കട്ടെ എന്നുള്ള നിലക്ക് ബഹുമാനപ്പെട്ടവർ ഈ നിലക്ക് ഇജായിയായ നമ്മുടെ അറബി അക്ഷരമാലയിലെ ഓരോ അക്ഷരങ്ങളെ കൊണ്ടും തുടങ്ങി ഓരോ അക്ഷരങ്ങൾക്കും അനുസരിച്ചുകൊണ്ടുള്ള ഓരോ വരികൾ, അങ്ങനെയുള്ള 31 വരികൾ അടങ്ങുന്ന ഈ അല്ലഫൽ അലിഫ് രചിച്ചത് അങ്ങനെയാണ്. വളരെ മനോഹരമായ രീതിയിൽ വ്യത്യസ്തമായ ശൈലികളിൽ ആലപിക്കാൻ കഴിയും വിധത്തിലാണ് ഇതിലെ ഓരോ വരികളെയും ബഹുമാനപ്പെട്ടവർ ക്രോഡീകരിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഒരു ക്ലാസ്സിൽ ഒരു ബൈത്തിന്റെ അർത്ഥവും വിശദീകരണവും എന്ന നിലക്ക് പറയുവാനാണ് ഉദ്ദേശിക്കുന്നത്. സാഹചര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് മാറ്റങ്ങൾ ഉണ്ടായേക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലഫൽ അലിഫു നിദാമ മദ്ഹി അഅലൽ ആലി ആൽ أول السطور بسم الله بدء القال قال. അല്ലഫ ക്രോഡീകരിക്കുന്നു. അൽ അലിഫു അലിഫ് ക്രോഡീകരിക്കുന്നു. യാതൊരു സൽക്കർമ്മങ്ങളുമില്ലാത്ത ദുർബലനായ ഈ ഫഖീർ ക്രോഡീകരിക്കുന്നു. നിളാമ മദ്ഹി നിളാമ മദ്ഹി ആലിം, അത്യുന്നരായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൂർവയാക്കപ്പെട്ട മദ്ഹുകളെ. അഅലൽ ആൽ, ഉന്നതമായ സ്ഥാനങ്ങളിൽ നിന്ന് ഏറ്റവും ഉന്നതമായ സ്ഥാനത്തിൽ വിരാജിക്കുന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൂർവയാക്കപ്പെട്ട മദ്ഹുകളെ. അലിഫ് ദുർബലനായ സൽക്കർമ്മങ്ങൾ യാതൊന്നുമില്ലാത്ത ഈ ഫഖീർ ക്രോഡീകരിക്കുന്നു. അവ്വല സുത്തൂരി, വരികളുടെ ആദ്യത്തിൽ. ബദ് അൽ ഖാലി, അതായത് വാക്കുകളുടെ ആദ്യത്തിൽ, ആരംഭത്തിൽ. ഖാല, അവർ തന്നെ പറഞ്ഞവരായ നിലക്ക്. ബിസ്മില്ല, ബിസ്മില്ല എന്ന് പറഞ്ഞവരായ നിലക്ക്. അല്ലഫ എന്നുള്ളത് തർക്കീബ് ഫിഇലാണ്. അൽ അലിഫു എന്നുള്ളത് ഫാഇലാണ് അല്ലഫിന്റെ. നിളാമ എന്നുള്ളത് മഫ്ഊല് മുളാഫാണ്. മദ്ഹി എന്നുള്ളത് മുളാഫുൻ ഇലൈഹിയാണ്. അതോടൊപ്പം അത് മുളാഫുമാണ്. മദ്ഹി എന്ന മുളാഫിന്റെ മുളാഫുൻ ഇലൈഹി ആൽ, ആൽ എന്ന് പറയുന്ന ആലിൻ എന്നുള്ളതാണ്. ഇവിടെ മദ്ഹി എന്ന മുളാഫിന്റെയും അതിന്റെ മുളാഫുൻ ഇലൈഹിയായ ആൽ എന്നുള്ളതിന്റെയും ഇടയിൽ അഅലൽ ആലി എന്ന വർഫ് കൊണ്ട് വിട്ടുപിരിച്ചിട്ടുണ്ട്. അത് ബൈത്തിന്റെ ദറൂറത്തിന് വേണ്ടി ചെയ്തതാണ്. അപ്പോ നിളാമ എന്നുള്ളത് മഫ്ഊലാണ്, അതോടൊപ്പം മുളാഫുമാണ്. അതിന്റെ മുളാഫിൻ ഇലൈഹി മദ്ഹി എന്നുള്ളതാണ്.
മദ്ഹി എന്നുള്ളത് മുളാഫുൻ ഇലൈഹിയും ആണ്, അതോടൊപ്പം മുളാഫുമാണ്. ഏതിലേക്കാണ് അതിന് ഇളാഫത്ത് ചെയ്യപ്പെട്ടത്? അലൽ ആലി എന്ന് കഴിഞ്ഞിട്ട് കാണുന്ന ആൽ എന്നുള്ളതിലേക്കാണ് ഇളാഫത്ത് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ മുളാഫിന്റെയും മുളാഫിൻ ഇലൈഹിന്റെയും ഇടയിൽ അലൽ ആൽ എന്നുള്ളത് കൊണ്ട് വേർപിരിച്ചു. അത് ബൈത്തിന്റെ ലറൂറത്തിന് വേണ്ടി ചെയ്തതാണ്. അഅല എന്നുള്ളത് ലർഫാണ്, ആലിൻ എന്നുള്ളതിന്റെ ലർഫാണ്. ലർഫ് മുളാഫാണ്, അൽ ആലി മുളാഫിൻ ഇലൈഹി. അവ്വല സുത്തൂരി ബിസ്മില്ലാഹി ബദ്അൽ ഖാലി ഖാൽ. ഇവിടെ ഖാല എന്നുള്ളത് ഫിഇല് ളമീർ ഫാഇൽ, ജുംല ഹാലാണ്, സാഹിബ് ഹാല് അൽ അലിഫു എന്നുള്ളതാണ്. അല്ലഫന്റെ ഫായിലായ അലിഫാണ് സാഹിബ് ഹാൽ. അപ്പോ അലിഫ് തന്നെ കാല പറഞ്ഞവരായ നിലക്ക് അവ്വല സുത്തൂരി വരികളുടെ ആദ്യത്തിൽ, കവിതകളാകുന്ന ഈ വരികളുണ്ടല്ലോ അതിന്റെ ആദ്യത്തിൽ കാല എന്നുള്ളതിന്റെ ലർഫായിട്ടാണ് അവ്വല എന്നുള്ളത്. അസ്സുത്തൂരി മുളാഫിനിലേക്ക് ബദ് അൽ ഖാലി എന്നുള്ളത് ഒന്നുകിൽ ബദലാക്കുക, അവ്വല സുത്തൂരി എന്നുള്ളതിൽ നിന്ന് ബദലായിട്ട് കൊണ്ടുവരാം. അതല്ലെങ്കിൽ ഖാല എന്നുള്ളതിന്റെ മഖൂലിൽ നിന്ന് ഹാലാക്കാം. രണ്ടും പറ്റും. അപ്പൊ അവർ തന്നെ പറഞ്ഞവരായ നിലക്ക് അവ്വല സുത്തൂരി വരികളുടെ ആദ്യത്തിൽ എന്താ പറഞ്ഞത്? ബിസ്മില്ല പറഞ്ഞവരായ നിലക്ക്, ബിസ്മില്ല എന്ന് പറഞ്ഞവരായ നിലക്ക് ബദ് അൽ ഖാലി, ഈ ബിസ്മില്ല തന്നെ വാക്കുകളുടെ ആദ്യത്തേതായ നിലക്ക്, ആരംഭമായ നിലക്ക്. അപ്പൊ എല്ലാത്തിന്റെയും മുമ്പ് ആരംഭത്തിൽ ബിസ്മില്ലാഹി എന്ന് പറഞ്ഞിരിക്കുന്നു എന്നർത്ഥം. നാദിമ് ഇവിടെ ബസ്മലത്ത് കൊണ്ടാണ് തൻ്റെ ഈ ബൈത്തുകളെ ആരംഭിച്ചിട്ടുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിന്റെ തുടക്കം. അതിന് സാധാരണ പറയാറുള്ള കാരണമാണ് മശ്ഹൂറായ ഹദീസ് ഉണ്ടല്ലോ, ബിസ്മി കൊണ്ട് ആരംഭിക്കണം എന്ന് പറയുന്ന. അതുപോലെ തന്നെ വഖ്തിദാഅൻ ബിൽ കിതാബി, പരിശുദ്ധമായ ഖുർആൻ ഷരീഫിനോട് പിന്തുടർന്നുകൊണ്ടുമാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. എന്നാൽ വലം യൻദുർ ഇലാ മാ ഖീല മിൻ അന്ന അശ്ശിഅറ ലാ യുബ്ദഉ, ഈ കവിത ബിസ്മി കൊണ്ട് ആരംഭിക്കപ്പെടുകയില്ല എന്ന് പറയപ്പെടുന്നു. അതിലേക്ക് നാദിം ഇവിടെ നോക്കിയിട്ടില്ല. ലിഅന്ന മഹല്ലഹു ഫീമാ ലൈസ കഹാദിഹിൽ ഖസീദത്തി, ആ പറഞ്ഞത് ബിസ്മി കൊണ്ട് ആരംഭിക്കൂല എന്ന് പറഞ്ഞ കവിതകൾ ഈ ഖസീദ പോലെയുള്ളതല്ല, അല്ലാത്തോർത്താണ് ആ പറയുന്നത്. കാരണം ലിഅന്നഹ ഇസ്തമലത്ത് അലാ അഫ്ളലിൽ ഇൽമി വൽ മഅലൂമത്തി, ഇത് വളരെ ശ്രേഷ്ഠമായ ഇൽമിന്റെ മേലും മഅലൂമിന്റെ മേലൊക്കെയാണ് ചുറ്റിയിട്ടുള്ളത് ഈ ഖസീദ. ആ നിലക്ക് ഫഹിയ അഹഖു ബിൽ ബദാഅത്തി ബിൽ ബസ്മലത്തി, ബിസ്മി കൊണ്ട് തന്നെ ആരംഭിക്കാൻ ഏറ്റവും അർഹതപ്പെട്ടതാണ് ഈ ഖസീദ. മറ്റു ധാരാളം മുസന്നഫാത്തുകളെ കൊണ്ട് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബസ്മലത്ത് കൊണ്ട് ആരംഭിക്കാൻ അർഹതയുള്ളതാണ് ഈ ഖസീദ. ഇതിൻ്റെ ആശയത്തിലേക്ക് നോക്കുമ്പോൾ, അതിൻ്റെ ശ്രേഷ്ഠമായ ഇൽമ്, ഇത് ഉൾക്കൊള്ളുന്ന ഇൽമിലേക്ക് നോക്കുമ്പോൾ, അപ്പോൾ ആ നിലക്കാണ് ഇവിടെ ബിസ്മി കൊണ്ട് ആരംഭിച്ചിട്ടുള്ളത്.
അൽ അലിഫു എന്നുള്ളത് കിനായത്തുനാനിൽ മുഅല്ലിഫി, മുഅല്ലിഫിനെ തൊട്ട് കിനായത്താണ് അലിഫ്. വഹുവ ഹർഫുൻ സാക്കിനുൻ ലാ തസിലുഹുൽ ഹർക്കത്തു വഇന്നമൽ ഹർക്കത്തു അലൽ ഹംസത്തി. അലിഫില് ഹർക്കത്ത് ഉണ്ടാവില്ല, ഹർക്കത്ത് ഹംസക്ക ഉണ്ടാവുക. വലൈസ ലഹു ഫിൽ ഖത്തി മാ ലിഗൈരിഹി മിനസ് സിയാദത്തി ദൂന മദ്ദിൻ നുഖ്തത്തി ഫഖത്ത്. ഈ അലിഫിന് എഴുത്തില് മറ്റുള്ള അക്ഷരങ്ങൾക്കുള്ള വർധനവൊന്നും ഇല്ല, കേവലം അതിൻ്റെ ആ പുള്ളിയെ ഒന്ന് നീട്ടി എന്നതു മാത്രം. വബിഹാദൽ എഴുത്തിബാരി കന്നാബിഹാൻ നഫ്സിഹി. ഈ ഒരു പരിഗണന വെച്ചുകൊണ്ട് തൻ്റെ നഫ്സിനെ തൊട്ട് ഈ അലിഫ് എന്നുള്ളത് കൊണ്ട് സൂചിപ്പിച്ചതാണ് ഇൽഹാറൻ ലിഹാലിഹി, തൻ്റെ അവസ്ഥയെ ഒന്ന് വ്യക്തമാക്കാൻ വേണ്ടി. വഇലാമൻ ബിഖില്ലത്തി സാദിഹി, തൻ്റെ അടുക്കൽ അള്ളാഹുവിലേക്ക് ചെല്ലാനുള്ള വലിയ യാത്രക്കുള്ള സാധനങ്ങളൊന്നും ഇല്ല, അതൊക്കെ വളരെ കുറവാണെന്ന് അറിയിക്കാൻ വേണ്ടി. അതോടൊപ്പം അലിഫ് എന്നുള്ളത് അള്ളാഹു എന്നുള്ളതിലെയും അഹ്മദ് എന്നുള്ളതിലെയും അലിഫാണല്ലോ. ആ നിലക്കും ഒരു സൂചന വലഅല്ലഹ ഇശാറത്തുൻ ഇലൽ ഫാഇലിൽ ഹഖീഖി, ഹഖീഖിയായ ഫാഇലുള്ള ഒരു ഇശാറത്തും കൂടി ഇതിലുണ്ട്. വഹുവ അല്ലാഹു ലിഅന്നൽ അലിഫ മൗദൂഅത്തുൻ ബിഇസാഇ ദാത്തി ലഹ്, അള്ളാഹുവിൻ്റെ ആ ദാത്തിന് നേർപാട്ടിൽ വെക്കപ്പെട്ടതാണ് അലിഫ്, അല്ലാഹ്. അങ്ങനെ ശൈഖ് മുഹ്യിദ്ദീൻ ഇബ്നു അറബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അന്നൽ ഹുറൂഫ കുല്ലഹ മഫാത്തിഹു അസ്മാഇഹി, എല്ലാ ഹർഫുകളും അള്ളാഹിന്റെ ഇസ്മുകളുടെ ആരംഭങ്ങളാണ്. വൽ അലിഫു മിഫ്താഹു ഇസ്മി അല്ലാഹ്, അല്ലാഹ് എന്ന ആ ഇസ്മിന്റെ മിഫ്താഹ് തന്നെ അലിഫാണ്. അപ്പോ അതുപോലെ അഹ്മദ് എന്നുള്ളതിലെ അലിഫും ഇങ്ങനെ ഈ ഒരു സൂചന നൽകിക്കൊണ്ടാണ് തന്നെ സംബന്ധിച്ച് അലിഫ് എന്ന് തന്നെ പറഞ്ഞത്. വൽ മുറാദു ബിൽ അലിഫി മാനാഹു, അപ്പോ അലിഫ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ മാന, അതിന്റെ മാന വഹുവ അർറജുലുൽ അസ്ബു എന്നാണ്. എന്ന് പറഞ്ഞാൽ വൽ അസ്ബു അസബു മുഹറക്കൻ മൻ ലാ അഹ്ല ലഹു, അഹിലില്ല, കുടുംബങ്ങളാവില്ല, ഭാര്യ സന്താനങ്ങളൊന്നും ഇല്ലാത്ത ഒരാൾക്കാണ് റജുലു അസ്ബ് എന്ന് പറയാ, ഭാര്യ ഇല്ലാത്ത ആൾക്ക്. ഫൽ, അപ്പൊ ഇവിടെ നാദിമ് ലൈസ ലഹു അഹ്ലുൻ ബിഖ്തിയാരി തർക്കൻ നിക്കാഹ്, അവർക്ക് ഭാര്യയില്ല, കുടുംബങ്ങളില്ല. കാരണം കുടുംബം എന്ന് പറഞ്ഞാൽ മക്കൾ എന്ന അടിസ്ഥാനത്തിലുള്ളവരില്ല. ബിഖ്തിയാരിഹി തർക്കൻ നിക്കാഹ്, നിക്കാഹിനെ ഒഴിവാക്കലിനെയാണ് ബഹുമാനപ്പെട്ടവർ തെരഞ്ഞെടുത്തത്. കാരണം ഫഇന്നഹു ഖദ് യകൂനു അഫ്ളല മിനൻ നിക്കാഹ്, നിക്കാഹിനെ ഒഴിവാക്കുക എന്നുള്ളത് ചിലപ്പോൾ നിക്കാഹിനേക്കാണ് അഫ്ളലായിട്ട് മാറും. ഇദാ കാനത്തിൽ മർഅതു ശാഗിലത്തൻ അനില്ല, ഈ ഭാര്യ സഹധർമ്മിണി അള്ളാഹിനെ തൊട്ട് ജോലിയാക്കുന്നവളാണെങ്കിൽ, അള്ളാഹു തആലയിലേക്ക് അടുപ്പിക്കാൻ ഉതകുന്നവളാണെങ്കിൽ കുഴപ്പമില്ല. മറിച്ചാണെങ്കിൽ ഫയകൂനു തർക്കുൻ നിക്കാഹി മിനസ് സുഹുദി, നിക്കാഹിനെ ഒഴിവാക്കൽ സുഹുദ് സാഹിദ് സുഹുദിൽപ്പെട്ടതാവും, പരിത്യാഗത്തിൽപ്പെട്ടതാവും അത്. അപ്പോ നിക്കാഹിനെ ഒഴിവാക്കുക, ആ ഒരു വഴിയാണ് ബഹുമാനപ്പെട്ടവർ സ്വീകരിച്ചിട്ടുള്ളത്. ഖാല അബൂ സുലൈമാൻ ദാറാനി മാ ശഗലക അനില്ലാഹി മിൻ അഹ്ലിൻ വ മാലിൻ വ വലദിൻ ഫഹുവ അലൈക മസ്ഊം, നിന്നെ അള്ളാഹിനെ തൊട്ട് ജോലിയാക്കുന്ന ഏതൊന്നും, ഭാര്യ, സന്താനം, കുട്ടികൾ എല്ലാം ഫഹുവ അലൈക മസ്ഊം, അത് അവന്റെ മേൽ ദുർലക്ഷണമാണ്, ശൂന്യക്കേടാണ്.
വസ്സബ്റു അൻഹുന്ന ഖൈറും മിന സബ്രി അലൈഹിന്ന, അവരെ തൊട്ട് ക്ഷമിക്കുക എന്നുള്ളത് അവരുടെ മേൽ ക്ഷമിക്കുന്നതിനേക്കാളൊക്കെ ഉത്തമമാണ്. വേണ്ടാന്ന് വെച്ചാൽ ഒഴിവാക്കലാണ് ഉണ്ടായിട്ട് ക്ഷമിക്കുന്നതിനേക്കാണ് നല്ലത്. എന്ന വസ്സബ്റു അലൈഹിന്ന ഖൈറും മിന സബ്രി അലന്നാർ, ഈ ഭാര്യമാരുടെ മേൽ ക്ഷമിക്കുക എന്നുള്ളത് നരകത്തിന്റെ മേൽ ക്ഷമിക്കുന്നതിനേക്കാണ് ഉത്തമമാണ് എന്ന് അബൂ സുലൈമാൻ ദാറാനി എന്നവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അപ്പൊ വൽ ഖിലാഫു ഫി അന്ന നിക്കാഹ ഹീനഇദിൻ യകൂനു അഫ്ദല അബി തർക അഫ്ദല മശ്ഹൂറുൻ ബൈനൽ ഉലമാ. ചുരുക്കത്തിൽ നിക്കാഹ് ചെയ്യലാണോ അഫ്ദല്, ഒഴിവാക്കലാണോ അഫ്ദല്, ഇത്തരം സാഹചര്യങ്ങളിൽ ഉലമാഇന്റെ ഇടയിൽ മശ്ഹൂറാണ്, ഖിലാഫുണ്ട്. വത്റുക് മിനൽ അസ്വാജി മമ്മാ സാഅദത് ഫീ താഅത്തിൻ വഖ്തർ അസൂബൻ ഫാദില എന്ന് അദിക്കയിൽ തന്നെ പറഞ്ഞത് ഇതിലേക്ക് സൂചനയാണ്. അതിന്റെ വിശദീകരണത്തിൽ കിഫായത്തുൽ അത്ഖിയയിലൊക്കെ കാണാൻ കഴിയും. പിന്നെ ഇമാം ഷാഫി തങ്ങളുടെ മദ്ഹബ് അന്നൽ അസൂബ, അസൂബ് എന്നുള്ളത് വൽ മുറാദു ബി അത്തഖല്ലി പിന്നെ ലിന്നവാഫിൽ, അസൂബ് എന്ന് പറഞ്ഞാൽ സുന്നത്ത് നിസ്കാരങ്ങൾക്ക് വേണ്ടിയാണ് ഒഴിഞ്ഞു നിൽക്കുക, ഭാര്യമാരെയൊക്കെ ഒഴിവാക്കിയിട്ട് അഫ്ദലു, അതാണ് അഫ്ദല് എന്നാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്. അന്ന നിക്കാഹ ഇൻദഹു മിനൽ മുബാഹാത്തി ലാ മിനൽ ഇബാദാത്ത്. ഇമാം ഷാഫി തങ്ങൾ പറയുന്നത് നിക്കാഹ് മുബാഹാത്തിൽ പെട്ടതാണ്, അല്ലാതെ ഇബാദാത്തിൽ പെട്ടതല്ല. എന്നാൽ ഇമാം അബൂ ഹനീഫ തങ്ങളുടെ മദ്ഹബ് അൻ നിക്കാഹു അഫ്ദലു, നിക്കാഹാണ് അഫ്ദല്, ലിഅന്നഹു ഇൻദഹു മിനൽ ഇബാദാത്തി, കാരണം നിക്കാഹ് ഇബാദാത്തിൽ പെട്ടതാണ് അബൂ ഹനീഫ തങ്ങൾ എടുക്കുന്നത്. ലിമാ ഫീഹി മിൻ തക്ദീർ നസ്ലിൽ മത്ലൂബി, സന്താനങ്ങൾ അത് തേടപ്പെട്ട വിഷയമാണ്, അതിനെ വർദ്ധിപ്പിക്കലുണ്ടല്ലോ ഇതില്, ആ നിലക്ക്. അപ്പൊ ഇങ്ങനെ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നർത്ഥം. ഇനി അസ്ബ് എന്നുള്ളതിന് മറ്റൊരർത്ഥം, അത് അന്നൽ മുഅല്ലിഫ ഖദ് ശബ്ബഹ നഫ്സഹു ബിൽ അസ്ബി ഫി അദമി തഅല്ലുഖിൽ ഖൽബി ബിൽ അഹ്ലി. അസ്ബ് കൊണ്ട് അസ്ബിനോട് നഫ്സിനെ സാദൃശ്യമാക്കിയത് ഏത് വിഷയത്തിലാണ്? കുടുംബങ്ങളോട് ഖൽബ് ബന്ധിക്കുന്നില്ല എന്ന വിഷയത്തിൽ. ഫദക്കറൽ അസ്ബ വഅറാദ നഫ്സഹു, തന്റെ നഫ്സിനെ ഉദ്ദേശിക്കുകയും ചെയ്തു, മജാസ് നിലക്ക്. ഇതാണ് അവിടെ ചെയ്തത് എന്നാണ്. ഇനി ويحتمل أن المراد بالألف أيضا معناه الأليف. അലീഫ് എന്ന അർത്ഥം അലിഫിനുണ്ട്, അങ്ങനെ ഉദ്ദേശിക്കാം. അലീഫ് എന്ന് പറഞ്ഞാൽ വല്ലാതെ ഇഷ്ടപ്പെടുന്നവൻ. وهو من الصفات الحميدة التي ينبغي أن يتصف بها المؤمن. അതൊരു നല്ല ഒരു വിശേഷണമാണ്. ആ വിശേഷണം കൊണ്ട് ഒരു സത്യവിശ്വാസി വിശേഷണം സിദ്ധിക്കൽ അത്യാവശ്യവുമാണ്. അങ്ങനെയുള്ള ഒരു വിശേഷണത്തിൽ പെട്ടതാണത്. ഫഇന്നഫിൽ ഖബരി, കാരണം ഹദീസിൽ വന്നിട്ടുണ്ട് മൻ യഅലഫു അൽ മുഅ്മിനു മൻ യഅലഫു വയുഅലഫു വലാ ഖൈറ ഫീമൻ ലാ യഅലഫു വലാ യുഅലഫു വഖൈറുൻ നാസി അൻഫഉഹും ലിന്നാസ്. ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ട്. അൽ മുഅ്മിനു, സത്യവിശ്വാസി എന്ന് പറഞ്ഞ മൻ ഒരുത്തനാണ്, യഅലഫു അവൻ ഇഷ്ടപ്പെടും മറ്റു മുഅ്മിനീങ്ങളെ, വയുഅലഫു അവനെ ഇങ്ങോട്ടും ഇഷ്ടപ്പെടും. അതായത് അന്നൽ മുഅ്മിന മൻ യമീലു പിന്നെ അൽ ഇൽഫത്ത വൽ മഹബ്ബത്ത മഅൽ ആഖരീന, മഹബത്തിലേക്ക് ചായും, മറ്റുള്ള ആളുകളോട് കൂടെയുള്ള മഹബത്തിലേക്ക് ചായുന്നവനാണ് സത്യവിശ്വാസി. നാസു വയുഹിബ്ബൂനഹു, മാത്രമല്ല ജനങ്ങൾ അവനെ എങ്ങോട്ടും ഇഷ്ടപ്പെടും. അപ്പോ ഹഖീഖിയായ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ഹുവ യകൂനു
വദൂദൻ വ മുഹിബ്ബൻ ലിന്നാസി വ യുഹിബ്ബു ഐ യുഹിബ്ബഹു നാസു. ജനങ്ങളോട് വലിയ കൃപയും ഇഷ്ടവുമാണ്. ജനങ്ങൾ അവൻ എങ്ങോട്ടും ഇഷ്ടപ്പെടണം എന്ന് അവൻ ഇഷ്ടപ്പെടുന്നു. ഇതാണ് യഥാർത്ഥ ഒരു സത്യവിശ്വാസി. മാത്രമല്ല വലാ ഖൈറ ഫീമൻ, ഒരുത്തനിൽ ഒരു നന്മയും ഇല്ല. എങ്ങനത്തെ ഒരുത്തനാണ് ലാ യഅ്ലഫു, അവൻ ജനങ്ങളെ ഇഷ്ടപ്പെടൂല. ജനങ്ങളോട് അവനക്കൊരു നിഫ്രത്ത്, വെറുപ്പാണ്. മാത്രമല്ല വലാ യുലഫു, അപ്പൊ ജനങ്ങളോട് അങ്ങോട്ടും ഇഷ്ടപ്പെടൂല. ലൈസ ഫീ ഖൈറുൻ, ഓനിൽ യാതൊരു ഖൈറും ഇല്ല അങ്ങനത്തെ മനുഷ്യനാവുമ്പോ. ഖൈറുൻ നാസി, ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമൻ അൻഫഉഹും ലിന്നാസി, ജനങ്ങൾക്ക് വല്ലാതെ ഉപകാരം കിട്ടുന്ന വ്യക്തിയാണ്. അപ്പൊ മറ്റു ജനങ്ങളോട് സ്നേഹമുള്ള, കൃപയുള്ള, ജനങ്ങൾ ഇങ്ങോട്ടും ഇഷ്ടപ്പെടുന്ന തരത്തിൽ വിശേഷണമുള്ളവനാണ് ഒരു യഥാർത്ഥ സത്യവിശ്വാസി. ഇതൊരു നല്ല സ്വഭാവമാണ് സത്യവിശ്വാസിയുടെ എന്ന് ഹദീസുകൾ വ്യക്തമാക്കുന്നുണ്ട്. ആ നിലക്ക് അലിഫ് എന്നുള്ളത് കൊണ്ട് അലീഫ്, വല്ലാതെ ജനങ്ങളോട് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്ന, ജനങ്ങൾ ഇങ്ങോട്ടും ഇഷ്ടപ്പെടുന്നവൻ എന്ന അർത്ഥവും ഇവിടെ സാധ്യമാണ് എന്നർത്ഥം. അപ്പൊ അല്ലഫൽ അലിഫു എന്ന് പറഞ്ഞാൽ ജനങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന, മുഅ്മിനീങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന, മുഅ്മിനീങ്ങൾ ഇങ്ങോട്ടും ഇഷ്ടപ്പെടുന്നവർ ക്രോഡീകരിക്കുന്നു, ഒരുമിച്ചു കൂട്ടുന്നു, രചന നടത്തുന്നു. പിന്നെ നിളാമ എന്നുള്ളത് നൂനിന് കസ്റ് കൊണ്ട് അല്ലഫന്റെ മഫ്ഊലാണെന്ന് പറഞ്ഞല്ലോ. നിളാമ് എന്ന് പറയുന്നത് നെളുമ് ഒക്കെ ഒരേ അർത്ഥത്തിലാണ്. അപ്പൊ ഇവിടെ മൻളൂമിന്റെ മാനയാണ് കോർവയാക്കപ്പെട്ടത്. അതല്ലെങ്കിൽ ഇസ്തിലാഹിയായ നളുമ്, ആ അർത്ഥത്തിലും ആവാം. ഇസ്തിലാഹിയായ നളുമ് എന്ന് പറഞ്ഞാൽ ചില പ്രത്യേകമായ വസിനുകളിൽ കോർവയാക്കപ്പെട്ട ഒരു കലാമാണ്. ആ നിലക്ക് ഉദ്ദേശിക്കാവുന്നതാണ്. ഏതാകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മദ്ഹിനെ കോർവയാക്കപ്പെട്ട മദ്ഹിനെ ബഹുമാനപ്പെട്ടവർ രചിച്ചു എന്ന അർത്ഥാണ് വരുന്നത്. മദ്ഹി എന്നുള്ളത് മുദാഫുൻ ഇലൈഹി ആണെന്ന് പറഞ്ഞു. അതിന്റെ മുദാഫുൻ ഇലൈഹി ആലിൻ എന്നുള്ളതാണെന്ന് പറഞ്ഞു. അയലൽ ആലി എന്ന് പറഞ്ഞത് വർഫാണ്. ഐ ഫി അയലൽ ആലി. മഅന അയല എന്ന് പറഞ്ഞ അർഫഅ വ അഅ്ലമ. പിന്നെ അൽ ആലി എന്ന് പറഞ്ഞാൽ ഉന്നതമായ സ്ഥാനം, മഖാമ് എന്നാണ്. അപ്പോ ഉന്നതമായ മഖാമിൽ വിരാജിക്കുന്ന ഉന്നതരായ പ്രവാചകരുടെ മദ്ഹിനെ ഒരു പദ്യരൂപത്തിൽ ബഹുമാനപ്പെട്ടവർ രചിച്ചു, ഗദ്യരൂപത്തിലല്ല എന്നാണ് ഇപ്പോ ആ പറഞ്ഞതിന്റെ ഒരു സാരം. ആലിൻ എന്ന് പറഞ്ഞാൽ ഷറഫിൽ, ശ്രേഷ്ഠതയിൽ ഉന്നതമായവർ. അതുപോലെ തന്നെ അതൊരു മാനവിയായ കാര്യമാണ് ശ്രേഷ്ഠത. അതുപോലെ മക്കാനിൽ ഉന്നതമായവർ. ആ നിലക്ക് രണ്ട് നിലക്കും ഇവിടെ ഉദ്ദേശിക്കാൻ പറ്റും, രണ്ടും ഉദ്ദേശിക്കാം. വൽമുറാദു ഹുന മാ യസ്തമിലുൽ മഅനയൈനി ഫൽ മഅനവിയു. മാനവിയായ ഷറഫ് എന്ന് പറയുന്നത് തനഖുലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ മിൻ കുല്ലി സിഫത്തി കമാലിൻ ഇല അക്മല. പൂർണ്ണതന്റെ വിശേഷണത്തിൽ നിന്ന് ഏതൊക്കെ വിശേഷണമുണ്ടോ അതിൽ നിന്ന് അതിനേക്കാൾ പൂർണ്ണമായ വിശേഷണത്തിലേക്ക് റസൂൽ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നു, നീങ്ങിക്കൊണ്ടിരിക്കുന്നു. വൽ ഹിസ്സിയു, ഹിസ്സിയായ ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ പിന്നെ റസൂലുള്ളാഹി തങ്ങള് ഇസ്രാഇന്റെ രാത്രിയിൽ റസൂലുള്ളാഹി തങ്ങള് കയറിയല്ലോ, ആ ഒരു കയറൽ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഹിസ്സിയായ
ഒരു ഉന്നതമായ സ്ഥാനം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അതാണ്. അപ്പൊ ഇവിടെ മദ്ഹ നബിയിൻ ആലിൻ ഫി മഖാമിൻ അലൽ മഖാമിൽ ആലി എന്ന അർത്ഥമാണ് ഇവിടെ വരിക. നിളാമ മദ്ഹി നബിയിൻ ആലിൻ ഫി മഖാമി ഫി മഖാമിൻ അലൽ മഖാമിൽ ആലി, ഉന്നതമായ സ്ഥാനങ്ങളിൽ നിന്ന് ഏറ്റവും ഉന്നതമായ സ്ഥാനത്തിൽ വിരാജിക്കുന്ന ഉന്നതരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹിന്റെ കോർവയാക്കപ്പെട്ട ആ മദ്ഹിനെ അലിഫ് എന്ന ഈ ഫഖീറായ ഈ സാധുവായ, അതല്ലെങ്കിൽ പടപ്പുകളോട് ഏറ്റവും ഇഷ്ടമുള്ള, പടപ്പുകൾക്ക് ഏറ്റവും ഇങ്ങോട്ടും ഇഷ്ടമുള്ളവർ ക്രോഡീകരിച്ചിരിക്കുന്നു, രചന നടത്തിയിരിക്കുന്നു എന്ന് സാരം. അവല സുത്തൂരി എന്നുള്ളത് ഐ ഫി അവലി സുത്തൂരി എന്നാണ്. അതിന്റെ മുത്തഅല്ലിഖ് ശേഷമുള്ള കാല. ബിസ്മില്ലാഹി എന്നുള്ളത് ഈ കാലന്റെ മഖൂലാണ്, അതുകൊണ്ട് തന്നെ മഹല്ല് മൻസൂബാണ്. പിന്നെയുള്ളത് ബദ് അൽ ഖാലി, അത് കാലന്റെ മഖൂലിൽ നിന്ന് ഹാലാണ്, അതോ ബിസ്മില്ലാഹിൽ നിന്ന് ഹാലാണ്, അതാണല്ലോ മഖൂല്. ഖാല എന്നുള്ളത് ഫേല് വനീർ ഫായില് ജുംല ഹാലുമാണ്. അതായത് അല്ലഫൽ അലിഫു എന്ന് പറഞ്ഞാൽ അലിഫാണല്ലോ ഫായില്, അതിൽ നിന്ന് ഹാലാണ്, സാഹിബാലാണ് അൽ അലിഫു എന്നുള്ളത്. ഐ ഹാല കൗനിൽ മുഅല്ലിഫി, മുഅല്ലിഫ് തന്നെ കായികം പറയുന്നവരായ നിലക്ക് ഫി അവലി സുത്തൂരി, ഈ വരികളുടെ ആദ്യത്തിൽ ബിസ്മില്ലാഹി പറയുന്നവരായ നിലക്ക്, ഹാല കൗനിഹി ബദ് അൽ ഖൗലി, ഈ ബിസ്മില്ലാഹി തന്നെ വാക്കിന്റെ ആരംഭമായ നിലക്ക്. ഇങ്ങനെയാണ് ആ വരിയുടെ അർത്ഥം ഈ തർക്കീബ് അനുസരിച്ച് വരിക. ഈ ഒരു ബൈത്തിന്റെ ശറഹ് ഇവിടെ അവസാനിക്കുന്നു. ഈ വിശദീകരണങ്ങൾ നൽകിയിട്ടുള്ളത് അല്ലഫൽ അലിഫ് എന്നുള്ളതിന്റെ ഒരു ശറഹാണ് അവാരിഫുൽ മആരിഫ്, ശറഹു ഖസീദത്തി അല്ലഫൽ അലിഫ് ലിൽ ആലിമിൽ അല്ലാമത്തി അൽ ആരിഫ് ബില്ലാ മൗലാന അശ്ശൈഖ് അബ്ദുറഹ്മാൻ നഖ്ശബന്ദി അത്താനൂരി റഹ്മത്തുള്ളാഹ്. താനൂരിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നഖ്ശബന്ദി തരീഖത്തിന്റെ ഷെയ്ഖായിരുന്ന അശ്ശൈഖ് അബ്ദുറഹ്മാൻ എന്നവരുടേതാണ് ഈ രചന. അതുപോലെ വേറെയും ചില ശറഹുകളുണ്ട്. ഖുറത്തുൽ അലിഫ് ബി ഖസീദത്തി അല്ലഫൽ അലിഫ് എന്ന ഒരു ശറഹ് അൽ ഹാജ് അബി ഹംസ അലി ഹസൻ എന്നിവരാണ് അത് രചന നടത്തിയിട്ടുള്ളത്. അതുപോലെ വേറെയും ചില ശറഹുകളുണ്ട്. ഇതിൽ നിന്നെല്ലാമാണ് ഈ വിശദീകരണം നൽകിയിട്ടുള്ളത്.